ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മണ്ടി, നീ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയല്ലേ. ഇതൊരു ഗെയിം മാത്രമാ. ശുദ്ധമായ സയൻസും പിന്നെ കുറച്ച് മാത്തമാറ്റിക്സും മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാ. ഒരു സയൻസും മാത്തമാറ്റിക്സും എന്നാ പിന്നെ അച്ഛനും മോളും കൂടി ഇരുന്ന് പഠിക്കും. അല്ല പിന്നെ എന്താ ഒരു കള്ളത്തരം? രണ്ടുപേരും കൂടി എന്തോ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടല്ലോ. വല്ല ചോക്ലേറ്റ് വാങ്ങിക്കുന്ന കാര്യമായിരിക്കും. ഈ ചോക്ലേറ്റിന്റെ കാര്യമല്ല, വേറൊരു കാര്യ. അതെന്താ സാധാരണ ഇല്ലാത്തൊരു പ്രത്യേകത? ഞാൻ പറഞ്ഞ അച്ഛനും അമ്മമ്മയും ഞങ്ങളെ വഴക്ക് പറയരുത്. സമ്മതിക്കണം. അങ്ങനെ വെറുതെ ഒന്നും സമ്മതിക്കാനൊന്നും പറ്റില്ല. ആദ്യം നിങ്ങൾ കാര്യം എന്താന്ന് പറ. രണ്ടെണ്ണത്തിനെയും വിശ്വസിക്കരുത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കും. എന്നെ കൊണ്ട് പലതവണ ഇതുപോലെ ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. കള്ളികള്. ഇത് ചോക്ലേറ്റിന്റെ കാര്യമല്ല. അതെ, ഞങ്ങൾ ഗൗരിയുടെ വീട്ടിൽ സ്ലീപ്പ് ഓൺ പോകുന്ന കാര്യം പറയാൻ വന്നത്. ഓ, മറ്റന്നാളാ പോകേണ്ടത്. ആരുടെ വീട്ടിലാണെന്നാ പറഞ്ഞു? ഗൗരിയുടെ വീട്ടില്. അതൊന്നും ശരിയാവത്തില്ല മക്കളെ. സച്ചി, നീ ഇത് സമ്മതിക്കുന്നുണ്ടോ? കുട്ടികളുടെ ഓരോരോ കാര്യങ്ങളല്ലേ. ഫ്രണ്ട്സിന്റെ വീട്ടില് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുന്നത് ഇപ്പൊ ഒരു പതിവാ. ഒന്ന് സമ്മതിക്കച്ചാ. ഞങ്ങളവിടെ പോയിട്ട് ഒരു കുഴപ്പമുണ്ടാക്കില്ല. പ്ലീസ് അച്ഛാ, ഒരു കംപ്ലൈന്റ് വരത്തില്ല. എന്തായാലും മറ്റന്നാളല്ലേ, സമയമുണ്ടല്ലോ. നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം, അല്ലേ സച്ചി? അച്ഛാ, നോക്കട്ടെ. ഓക്കെ, നോക്കിയാ മതി. ബാക്കി ഞങ്ങൾ ഏറ്റു, അല്ലേ എന്തൂട്ടി? അച്ഛൻ നോക്കാന്ന് പറഞ്ഞാ അത് ഓക്കെയാ, അല്ലേ അച്ഛാ? സച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളുമാര് രണ്ടുപേരും കൂടെ നിന്നെ കുപ്പിയിൽ ഇറക്കുമെന്ന്. ഇനിയിപ്പൊ നീ തന്നെ ചെന്ന് കൊണ്ടാക്ക്, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാന്? ഗൗരിമോളെ, എന്തായി കാണിക്കുന്നേ? ഞാനൊരു കാര്യം സെർച്ച് ചെയ്തോണ്ടിരിക്കുക. വേറെ എന്തെല്ലാം കളികൾ ഇതിനകത്ത് നോക്കാനുണ്ട്? എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കുന്നത്? ഇത് ഓജോ ബോർഡല്ലേ, ഇതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? എന്റെ മോളെ പ്രേതങ്ങളും ദുരാത്മാക്കളൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊന്നും കുട്ടികൾ നോക്കാൻ പാടില്ല. ആരാ ആന്റിയോട് ഇത് പറഞ്ഞത്? ടീച്ചർ പറഞ്ഞതേ ഇതൊരു ഗെയിം ആണെന്നാണല്ലോ. അതായത് ഇതിന്റെ അകത്ത് പ്രേതമൊന്നും വരത്തില്ല. വേണ്ട മോൾ, ഇതൊന്നും നോക്കണ്ട. ഞാൻ നോക്കിയാ എന്താ കുഴപ്പം? ഈ ആന്റിക്ക് പേടിയാ. നിനക്കെന്താ പറഞ്ഞു കേട്ടൂടെ? ഓജോ ബോർഡ് നോക്കണ്ടെന്ന് പറഞ്ഞ നോക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ അതനുസരിക്കാൻ മോക്ക് അറിയില്ലേ? എന്താ ശരി, നീ എന്തിനാ മോളെ വഴക്ക് പറയുന്നേ? ഞാനിപ്പോ വഴക്ക് പറഞ്ഞാണോ കുറ്റം? അവള് ഗൂഗിളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന കണ്ടില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? മോൾ എന്താ സെർച്ച് ചെയ്തേ?
അച്ഛാ ഞാൻ ഹോജോ ബോർഡ് വെറുതെ സെർച്ച് ചെയ്ത് നോയിക്കൊണ്ടിരുന്നതാ. കുട്ടികൾക്ക് കാണാൻ പറ്റിയ സാധനമാണോ ഇത്? എടി ഓജോ ബോർഡ് കുട്ടികളുണ്ടാ എന്താ കുഴപ്പം? ഛേ, ഇനിയെങ്കിലും നീ ഇങ്ങനെ അബദ്ധം എന്ന് പറഞ്ഞ ആരെയും പഠിപ്പിക്കല്ലേ. ഓജോ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാവോ? ഇരുട്ടത്ത് വിളക്ക് കത്തിച്ച് കുത്തിയിരുന്ന് ആത്മാക്കളെ വിളിച്ചു വരുത്തുന്ന സാധനമല്ലേ? എനിക്കറിയാം. ഛോ, എന്റെ മണ്ടി, നീ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയല്ലേ. ഇതൊരു ഗെയിം മാത്രമാ. ശുദ്ധമായ സയൻസും പിന്നെ കുറച്ച് മാത്തമാറ്റിക്സും മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാ. ഒരു സയൻസും മാത്തമാറ്റിക്സും എന്നാ പിന്നെ അച്ഛനും മോളും കൂടി ഇരുന്ന് പഠിക്കും. അല്ല പിന്നെ അച്ഛാ, ഓ, ഈ ഓജോ ബോർഡ് നോക്കുന്നത് ഇത്രയ്ക്ക് കുഴപ്പമാണോ? എനിക്ക് അച്ഛൻ ഇതൊന്ന് പറഞ്ഞു തരാമോ? പിന്നെന്താ, മോളൊന്ന് ഓപ്പൺ ചെയ്തേ. ആ, അച്ഛാ, ഇതിന്റെ അകത്ത് വിളിച്ച മരിച്ചവര് സോള് വരുമെന്ന് പറഞ്ഞാൽ സത്യാണോ? എവിടുന്ന്? അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. എന്റെ മോളെ, ഇതൊരു കളി മാത്രമാ. ഈ സിനിമയെ കാണുന്ന പോലെയൊന്നും ആത്മാക്കൾ ഇറങ്ങി വരുമൊന്നുമില്ല. പിന്നെന്താ ഇതിന്റെ അകത്ത് മാജിക്? എങ്ങനെയാ ഈ ബോർഡിലെ പ്ലാൻസെറ്റ് നീങ്ങുന്നത്? അതോ, മോളെന്താ ആ ലെറ്റേഴ്സിലൂടെ നോക്കിക്കേ. ഓജോ ബോർഡ് നോക്കുമ്പോ നമ്മള് അതിൽ വിരൽ വെക്കും. അപ്പോ നമ്മുടെ മനസ്സ് അതിനെക്കുറിച്ച് അങ്ങ് ചിന്തിക്കും. മോളിപ്പോ ചിന്തിച്ചില്ലേ? ആ, അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വിരല് അതിലേക്ക് നീങ്ങും. അല്ലാതെ അത് ആത്മാവ് വരുന്നതോ പോകുന്നതോ ഒന്നുമല്ല. പിന്നെ നമ്മുടെ തലച്ചോറാണ് നമ്മുടെ കയ്യെ നിയന്ത്രിക്കുന്നത്. മോൾ ഏത് അക്ഷരത്തിലേക്ക് ചിന്തിക്കുന്നോ ആ അക്ഷരത്തിലേക്ക് മോളുടെ കൈ പോകും. ഇതൊരു മൈൻഡ് ഗെയിം മാത്രമാണ്. പിന്നെന്തിനാ ആളുകൾ പേടിക്കുന്നത്? എന്താ അച്ഛൻ നേരത്തെ പറഞ്ഞ സയൻസ്? അതോ, അത് വെരി സിമ്പിൾ. ഓജോ ബോർഡ് സംസാരിക്കുന്നില്ല. നമ്മുടെ തലച്ചോറാണ് നമ്മുടെ കൈയിലൂടെ സംസാരിക്കുന്നത്. ഇപ്പൊ കിട്ടിയോ? മോളിതേ നോക്കിയേ, ഈ 26 അക്ഷരങ്ങൾ കണ്ടോ? 1 മുതൽ 10 വരെയുള്ള നമ്പറുകളും ഉണ്ട്. പിന്നെ യെസ് അല്ലെങ്കിൽ നോ. വിരൽ ഇതിലൂടെ ഇങ്ങനെ നീങ്ങുമ്പോ ഏതെങ്കിലും ഒരു അക്ഷരത്തിൽ എത്തിയല്ലേ പറ്റൂ. അതാണ് ഇതിലെ മാത്തമാറ്റിക്സും സയൻസും. അപ്പോ ഇതില് പേടിക്കാനൊന്നുമില്ലല്ലേ? ഓ, എവിടുന്ന്? ഒന്നുമില്ല. സത്യത്തില് ഓജോ ബോർഡ് അല്ല പ്രശ്നം. അതിനെക്കുറിച്ചുള്ള നമ്മുടെ പേടിയാണ് അപകടം. പേടിക്കാതിരുന്ന ഒന്നും സംഭവിക്കില്ല.